So today we shall see some basics about the matrix method of structural analysis. So we have two methods of matrix based structural analysis. First one is flexibility matrix method and the second one is stiffness matrix method. Structural analysis 1-ൽ നമ്മൾ structural analysis methodsനെ broadly force method and displacement method എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് force methodൽ വരുന്നതാണ് flexibility matrix method. So here in this method the basic unknowns are redundant forces. Redundant forces എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റിഡണ്ടൻറ്റ് ഫോഴ്സസിനെ റിമൂവ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്ട്രക്ചർ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ട് മാറുന്നത്. സോ ദിസ് മെത്തേഡ് ഇസ് ഡിറൈവ്ഡ് ഫ്രം കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡ്. അറ്റ് ഫസ്റ്റ് ദ ബേസിക് ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആൻഡ് റിഡണ്ടൻറ്റ് ഫോഴ്സസ് ആർ ഐഡൻറ്റിഫൈഡ്. And in this method, the number of redundant forces is equal to degree of static indeterminacy. So, നമ്മൾ consistent deformation method പഠിച്ചിട്ടുണ്ടായിരുന്നു. For example, ഒരു ബീമിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി 1 ആണെങ്കിൽ നമ്മൾ ഒരു റിയാക്ഷനെ നമ്മൾ റിഡണ്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി 2 ആണെങ്കിൽ 2 ഫോഴ്സസിനെ അല്ലെങ്കിൽ 2 റിയാക്ഷൻസിനെ നമ്മൾ റിഡണ്ടൻറ്റ് ഫോഴ്സസ് ആയിട്ട് കൺസിഡർ ചെയ്യും. സോ എത്രയാണോ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി അത്ര തന്നെയാണ് നമ്മൾ റിഡണ്ടൻറ്റ് ഫോഴ്സസ് എടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ റിഡണ്ടൻറ്റ് ഫോഴ്സ് ചൂസ് ചെയ്ത ശേഷം ആ റിഡണ്ടൻറ്റ് ഫോഴ്സ് റിമൂവ് ചെയ്ത് നമ്മുടെ സ്ട്രക്ചറിനെ ബേസിക് ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറാക്കി മാറ്റും. ആ ഒരു പ്രൊസീജിയറായിരുന്നു നമ്മൾ കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡിൽ ഫോളോ ചെയ്തത്. സോ ഇവിടെയും ഈ മെത്തേഡ് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. So displacement in basic determinate structure due to the given loading and due to the redundant forces are calculated. Consistent deformation മെത്തേഡിൽ നമ്മൾ ബേസിക് ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിൽ റിഡണ്ടൻറ്റ് ഫോഴ്സ് റിമൂവ് ചെയ്തതിന് ശേഷം ആ റിഡണ്ടൻറ്റിൻ്റെ ഡിറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം റിഡണ്ടൻറ്റ് മാത്രം അപ്ലൈ ചെയ്തിട്ട് ആ ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യും. അതാണ് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ബേസിക് ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ഡ്യൂ ടു ദ ഗിവൺ ലോഡിംഗ് ഇസ് ഒബ്റ്റെയിൻഡ് ആൻഡ് ദെൻ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂ ടു ദ റിഡണ്ടൻറ്റ് ഫോഴ്സസ് ഒബ്റ്റെയിൻഡ് ആൻഡ് ദെൻ ദ കമ്പാറ്റബിലിറ്റി കണ്ടീഷൻ ഇസ് അപ്ലൈഡ്. അങ്ങനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആ റിഡണ്ടൻറ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. സോ ഹിയർ ദ സെയിം പ്രൊസീജിയർ ഇസ് ഫോളോഡ് ഇൻ മാട്രിക്സ് ഫോം. Resulting simultaneous equations in matrix form are solved to get the redundant forces. ഒന്നോ രണ്ടോ റിഡണ്ടൻസ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ കൂടുതൽ റിഡണ്ടൻസ് ഉണ്ടാകുമ്പോൾ നമ്മളതിനെ മാട്രിക്സ് ഫോമിലേക്ക് സോൾവ് ചെയ്യും. സോ ദിസ് മെത്തേഡ് ഇസ് ഓൾസോ നോൺ ആസ് എ ഫോഴ്സ് മെത്തേഡ് ആൻഡ് കമ്പാറ്റബിലിറ്റി മെത്തേഡ്. So the next method in the matrix based structural analysis is called stiffness matrix method. So in this method the basic unknowns are displacements and rotations at the joints. First case flexibility method ന്റെ കേസിൽ നമുക്കവിടെ അൺനോൺസ് ആയിട്ടുണ്ടായിരുന്നത് റിഡണ്ടൻറ്റ് ഫോഴ്സസ് ആയിരുന്നു. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റോ റൊട്ടേഷനോ ഒക്കെയാണ് അൺനോൺസ് ആയിട്ട് വരിക. ദിസ് മെത്തേഡ് ഇസ് ഡിറൈവ്ഡ് ഫ്രം സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് സ്റ്റിഫ്നെസ് മാട്രിക്സ് മെത്തേഡ്. സോ ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് ആൻഡ് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ആർ ഫോംഡ് ആൻഡ് സോൾവ്ഡ് ടു ഗെറ്റ് ദ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ അറ്റ് ദ ജോയിൻറ്റ്സ്. Moments and shear forces are calculated in this method and this method is also known as a displacement method or equilibrium method. So നമ്മുടെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്ലോപ്പും ജോയിൻറ്റ്സിലുള്ള ഡിഫ്ലക്ഷനും ഒക്കെയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം അത് നമ്മുടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ മൊമെൻറ്റും ഷിയർ ഫോഴ്സൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായത്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിഫ്ലക്ഷൻ മെത്തേഡാണ് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡാണ് സ്റ്റിഫ്നെസ് മാട്രിക്സ് മെത്തേഡ്.